രാക്ഷസ പ്രണയം. രചന, അവതരണം അലങ്കൃത അഭിലാഷ്. തിളയ്ക്കുന്ന ആ കണ്ണുകൾ, അത് കാണെ റോഷന്റെ ശരീരം നിന്ന് വിറച്ചു. അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അവൻ രണ്ടാളെയും മാറി മാറി നോക്കി. ദേവിനി ശ്വാസമടക്കി ഡെവിളിലേക്ക് ഒതുങ്ങി. അവൻ അവളുടെ കൈത്തണ്ട പിടിച്ച് പിന്നിലേക്ക് മാറ്റി നിർത്തി. റോഷനിൽ നിന്നും കണ്ണെടുക്കാതെ, അപ്പോഴും അവനെ ജീവനോടെ കത്തിക്കാൻ തക്കവണ്ണമുള്ള അഗ്നിജ്വാല അവൻ്റെ കണ്ണുകളിൽ പടരുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം അവൻ്റെ നേർക്ക് കുതിച്ച ഡെവിൾ റോഷന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയിരുന്നു. ആ ചവിട്ടിൻ്റെ ആഘാതത്തിൽ അവൻ താഴേക്ക് പതിച്ചു. നിലത്ത് കിടന്നവനെ ഡെവിൾ വീണ്ടും വീണ്ടും ചവിട്ടി അരച്ചു. അത് കണ്ട് ദേവിനി നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. റോഷൻ വേദന കൊണ്ട് വിളിക്കുന്ന ശബ്ദം കേട്ട് ആ വലിയ വീട്ടിൽ നിന്നും ഭാനുമതിയും റിയയും മാധവിയും ഇറങ്ങി വന്നു. പിന്നാമ്പുറത്ത് നിന്നും ഓടിക്കൂടിയ ഭാനുമതി ആ കാഴ്ചകളിൽ ഞെട്ടിത്തരിച്ചു നിന്ന് പോയി. അയ്യോ, എന്റെ മോനെ എന്താ എന്തിനാ ഈ പാവത്തിനിട്ട് അടിക്കുന്നേ? ഇവനടിക്കുകയല്ല, കൊല്ലുകയുണ്ടേ. അതും പറഞ്ഞവൻ താഴെ കിടന്ന റോഷനെ കലിയോടെ തൂക്കിയെടുത്ത് ഭിത്തിയോട് ചേർത്ത് വെച്ചു. രണ്ട് കവിളിലും മാറി മാറി ഇടിച്ചു. റോഷന്റെ വായിൽ നിന്നും ചുവന്ന രക്തം പുറത്തേക്ക് തെറിച്ചു. എന്നിട്ടും മതിവരാതവൻ റോഷനെ കുനിച്ചു നിർത്തി നാഭിയിൽ ആഞ്ഞു മുട്ടുകുത്തി. ആർക്കും മതി, ഇനി ഒന്നും ചെയ്യല്ലേ എന്റെ മോൻ. അങ്ങോട്ട് മാറി. പിടിച്ചു നിർത്താൻ വന്ന ഭാനുമതിയെ ഡെവിൾ തള്ളി മാറ്റി. റോഷന്റെ നെഞ്ചിന്റെ നടുവിൽ കൈമുട്ട് മടക്കി ഇടിച്ചതും പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു വിളി. അയ്യോ, ഋഷിക്കുഞ്ഞ്, ദേവനി മോള്. മാധവി ഉറക്കി വിളിച്ച് പറയുമ്പോൾ ഡെവിളിന്റെ കണ്ണുകൾ അവളിലേക്ക് നീങ്ങി. ദേവിനി നെറ്റിയിലേക്ക് കൈവച്ച് കുഴഞ്ഞു വീഴുന്നു. ഹേയ്! ഡെവിൾ അലറി വിളിച്ചുകൊണ്ട് അവൾക്ക് നേരെ പാഞ്ഞു. പരിഭ്രാന്തിയോടെ അവളെ താങ്ങി പിടിച്ചു. അപ്പോഴേക്കും അവൾ ബോധം മറഞ്ഞവന്റെ കൈകളിലേക്ക് വീണിരുന്നു. ഹേയ് ദേവിനി, എടോ ഹേയ്! തൻ്റെ ഉള്ളം കൈയിൽ അവളുടെ മുഖത്തെ ചേർത്ത് വെച്ചവൻ നെഞ്ചിടിപ്പോടെ കവിളിനെ തട്ടി വിളിച്ചു. അവൻ്റെ ശബ്ദം പിടച്ചു. അവൻ്റെ ഉള്ളിൽ ശ്വാസം മുറുകുന്നത് പോലെ അവന് തോന്നി. എല്ലാവരും നോക്കി നിൽക്കെ ഡെവിൾ അവളെ കൈകളിലേക്ക് ഏന്തി. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അവളുടെ തണുത്ത ശരീരം അവൻ്റെ നെഞ്ചോട് ചേർത്ത് ഒട്ടിക്കിടന്നു. അവൻ്റെ ഹൃദയമെടുപ്പ് പോലും നിലച്ചു പോകുന്ന പോലെ ആ പടിക്കെട്ട് കയറും തോറും അവൻ്റെ കണ്ണുകളിൽ നിന്നും ചോര പൊടിഞ്ഞു. മരവിക്കുന്ന കൈയുമായി അവൻ നേരെ അവൻ്റെ റൂമിലേക്ക് കയറി. ബെഡിലേക്ക് മെല്ലെ കിടത്തി. ആ മുറിയുടെ വലിയ വെളിച്ചത്തിലേക്ക് അവളുടെ മുഖം തെളിഞ്ഞു. ബോധമില്ലാതെ വാടിത്തളർന്ന് കിടക്കുന്ന അവൾ, ആ മുഖത്തേക്ക് തന്നെ അവൻ നോക്കി നിന്നു. അപ്പോഴേക്കും ഒരു ഗ്ലാസ് വെള്ളവുമായി മാധവി അവിടേക്ക് വന്നിരുന്നു. പേടിക്കേണ്ട കുഞ്ഞേ, ബോധം പോയതാ. ഈ വെള്ളം ഒന്ന് തളിച്ചാൽ മതി, എല്ലാം ശരിയാവും. അതോടെ അവൻ ബോധം കെട്ട് കിടക്കുന്ന അവളുടെ മൂടിക്കിടക്കുന്ന മിഴികളിലേക്ക് കണ്ണെടുക്കാതെ നോക്കി മനസ്സില്ലാ മനസ്സോടെ മെല്ലെ എഴുന്നേറ്റു. അപ്പോഴും അവളുടെ കൺപീലികൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡെവിളിൻ്റെ ഉള്ളിൽ ആ നിമിഷം ഒരു അഗ്നികോണം തിളച്ചു പൊങ്ങി. അതവൻ്റെ ശരീരമാകെ പടർന്നു. അവന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അളവിൽ അവൻ്റെ കോപം ഇരച്ചു കയറി കണ്ണിലൂടെ പ്രതിഫലിച്ചു. ഉറച്ച ശബ്ദത്തോടെ അവൻ ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ താഴേക്ക് കുതിച്ചു. താഴെ ലിവിംഗ് ഏരിയയിൽ റോഷനെ ആശ്വസിപ്പിച്ച് തല്ലുകൊണ്ട് ഭാഗങ്ങളിൽ തലോടി നിൽക്കുകയായിരുന്നു ഭാനുമതിയും റിയയും. എടാ! 4 ദിക്ക് കേട്ട് മാറാലറി വിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടി വരുന്ന ആർക്കിയെ കണ്ട് മൂന്നാളും ഞെട്ടി വിറച്ചു. അവൻ താഴേക്കിറങ്ങി നേരെ റോഷന്റെ ചെകിടത്തേക്ക് ആഞ്ഞടിച്ചു. ഒരക്ഷരമിട്ട് പോകരുത്. നിനക്ക് നീ കൃഷ്ണമകൾക്ക് ഒരു സ്ഥാനമില്ല. അവന്റെ കനത്ത സ്വരം ആ വീടാകെ ഭയാനകമായി മുഴങ്ങി. വന്നോന്ന് ഈ ആർക്കിയുടെ മുന്നിലായോ നിന്റെ ഷിറ്റ്നസ്? കുങ്ങിക്ക് പിടിച്ചുകൊണ്ട് ആർക്കി അവനെ തൂക്കിയെടുത്തു. റിയയും ഭാനുമതിയും വെപ്രാളത്തോടെ മാറി മാറി വിളിച്ചു. യാതൊന്നും വകവയ്ക്കാതെ ഡെവിൾ അവനെ വലിച്ചെടുത്ത് പുറത്തേക്ക് എറിയാൻ നോക്കിയതും പെട്ടെന്ന് കാലിൽ ഒരു പിടുത്തം. വേണ്ട, എനിക്കൊരബദ്ധം പറ്റിയത്. റോഷൻ ആർക്കിയുടെ കാലിൽ വീണ് കിടന്ന് കരഞ്ഞു. എന്നെ പുറത്താക്കല്ലേ, എനിക്ക് പോകാനൊരു സ്ഥലമില്ല. ഞാനിനി അങ്ങനെ ഒന്നും ആവർത്തിക്കില്ല. റോഷനൊരു നാണവുമില്ലാതെ വാവിട്ട് കരഞ്ഞു. ഞാൻ ഏട്ടൻ്റെ അനിയനല്ലേ ഏട്ട, എന്നോടൊന്ന് ക്ഷമിച്ചൂടെ ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും. റോഷന്റെ ഏങ്ങിക്കരച്ചിൽ വല്ലാത്തൊരു അസഹനീയമായ ഡെവിളിന് തോന്നി. അവൻ വെറുപ്പോടെ ഭാനുമതിയെ നോക്കി. അവരും കണ്ണുകൊണ്ട് ആർക്കിയോട് കെഞ്ചുന്നുണ്ട്. എന്തെന്നില്ലാതെ മടുപ്പോടെ ഡെവിൾ തൻ്റെ കാലിനെ കുടഞ്ഞെറിഞ്ഞു. റോഷൻ പിന്നിലേക്ക് ആഞ്ഞു വീണു. അതോടെ മുഖം വെട്ടിച്ച് റൂമിലേക്ക് പോകുന്ന ആർക്കി അവനെ നോക്കി നിന്ന ഭാനുമതിയുടെ കണ്ണുകൾ പകയോടെ എരിഞ്ഞു. ഓ, ഇത് എന്നതാ കൊച്ചേ? ആ തല തെറിച്ചവൻ
ദേഹം മൊത്തം കീറി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. മാധവിയുടെ മുറിയിൽ ഒതുക്കിയിരുത്തി റോഷന്റെ നഖം കൊണ്ട് കീറിയ ഭാഗത്തേക്ക് മരുന്ന് പുരട്ടുമ്പോൾ ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. അവൾക്ക് മാധവി കൊടുത്ത മുണ്ടിൽ മുലക്കച്ച കിട്ടി. പാതി മൂടിയ ശരീരത്തോടെ അവൾ മാധവിക്കായി വെറുതെ ഒന്ന് നിന്നു കൊടുത്തു. ഷോ, നീറുന്നുണ്ടോ മോളെ? ഓ, ആ നാശം പിടിച്ചോണ്ട് തല്ലിൽ ഇടുത്തീ വീഴും. ഡി അപ്പോഴാണ് ഭാനുമതിയും റിയയും ആ മുറിയിലേക്ക് ഇരച്ചു കയറി വന്നത്. നീ എന്റെ മോളെ കൊലക്കി കൊടുത്തിട്ട് ഇവിടെ സുഖിച്ചു നിൽക്കുവാണ് ലേഡി. ഭാനുമതി ഒരു ചീറലായിരുന്നു അവൾക്ക് നേരെ. അത് കണ്ട് ദേവിനി സങ്കടത്തോടെ മുഖം കുനിച്ചു. മാധവി ഒരു കലിയോടെ അവർ നോക്കി. ഇതെന്ത് വർത്താനാണ് മാഡം പറയുന്നേ? ഈ കൊച്ചി എന്നാ ചെയ്തിട്ടാ? ആശം കുഞ്ഞല്ലേ ഈ കൊച്ചിനെ ഒളിച്ചു നിന്ന് കയറി പിടിച്ചേ? ഈ പിഴച്ചവൾ കയ്യും കണ്ണും കാണിച്ച് എന്റെ മോനെ മയക്കെടുത്തതാ. എന്നിട്ട് പിടിക്കപ്പെട്ടപ്പോ അവളുടെ ഒരു അഭിനയം. എല്ലാവരും ചിലവളന്മാരും അങ്ങനെ. കാശുള്ള വീട്ടിലെ കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരെ കാണുമ്പോൾ ഒരു ഇളക്കമായിരിക്കും. ഇതിനേക്കാൾ നല്ലത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്ന ഡെവിളിന്റെ കാതുകളിലേക്ക് ഉച്ചത്തിലുള്ള ഭാനുമതിയുടെ ശബ്ദം സൂചിമുന പോലെ അവന്റെ കാതുകളിലേക്ക് തട്ടി. അത്രമേൽ അറപ്പ് തോന്നുന്ന വാക്കുകൾ. അത് കേട്ട് സഹിക്കാൻ കഴിയാതെയാണ് ഡെവിൾ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് മാധവിയുടെ റൂമിലേക്ക് പാഞ്ഞത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഡെവിൾ വന്നത് ഭാനുമതിയുടെ ശബ്ദം ആ നിമിഷം നിന്നു. അയ്യോ ഋഷിക്കുഞ്ഞ്! മാധവി ഒരു ഞെട്ടലോടെ ദേവിനിയെ നോക്കി. ആ കാഴ്ച കണ്ട് തെല്ലൊരു പരിഭ്രാന്തിയോടെയാണ് ദേവിനി കയ്യിൽ കിട്ടിയ ഒരു നേർത്ത ദുപ്പട്ട എടുത്ത് ദേഹത്തേക്ക് മൂടിയത്. പെട്ടെന്ന് ഡെവിളിന്റെ കണ്ണുകൾ അവളുടെ മുറിവിലേക്ക് ഉടക്കി. മറയ്ക്കുവാൻ ശ്രമിക്കുമ്പോഴും ദുപ്പട്ടയുടെ ഇടയിലൂടെ കാണുന്ന നഖം കൊണ്ട് കീറിയ അവളുടെ മുറിവുകൾ കല്ലിച്ചു തീർത്ത അവളുടെ തോളിലെ പാടുകൾ കാണെ ഡെവിളിന് പോലും അറിയാതെ അവന്റെ ഉള്ളു വിങ്ങി. അവനെ ഒന്ന് മുഖമുയർത്തി നോക്കാതെ ദേവിനി മാധവിയുടെ പിന്നിലേക്ക് ഒതുങ്ങി ഒതുങ്ങി നിന്നു. ഇത് കണ്ടോ ഋഷിക്കുഞ്ഞെ? മാധവി ഉറക്കി പറഞ്ഞപ്പോഴാണ് ഡെവിൾ പെട്ടെന്ന് ദേവിനിയുടെ ദേഹത്ത് നിന്നും നോട്ടം മാറ്റിയത്. അവൻ നേരെ മാധവിയെ നോക്കി. ദേ ഈ കൊച്ചിന്റെ ദേഹം മുഴുവൻ വരച്ചു മുറിച്ച് വെച്ചേക്കുന്നത്. മുതുകിന് ചതവുമുണ്ട്. മാധവിയുടെ ശബ്ദം വിങ്ങി. ഡെവിൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. ആരൊക്കെയോ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഈ കൊച്ചി ഇവിടെ കയറി വന്നത്. എന്നിട്ട് ഇതിന്റെ എവിടെയുള്ള അവസ്ഥ കണ്ടോ? മാധവി കുറ്റപ്പെടുത്തൽ പോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരക്ഷരം പോലും മറുപടി നൽകാൻ കഴിയാതെ ഡെവിളും. ഈ കൊച്ചിന് ഇവിടെ സുരക്ഷിതത്വം ഇല്ലെങ്കിൽ ഇതിന് വേറെ എവിടെയെങ്കിലും ആക്കുഞ്ഞ്. ഇത് എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. അതിന് എന്റെ ഏട്ടൻ എന്ത് ചെയ്തുന്നാ? ഇവളല്ലേ കയ്യും കലാശം കാണിച്ച് എന്റെ ഏട്ടൻ മയക്കെടുത്തത്? റിയയാണ് ഇടയ്ക്ക് കയറി പറഞ്ഞത്, ഡെവിളുള്ള കാര്യം ഓർക്കാതെ. പക്ഷെ അത് കേട്ടാൽ ആ നിമിഷം അവന്റെ ശരീരം വലിഞ്ഞു മുറുകി. കൈവിരലുകൾ മുറുക്കി അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഇല്ല അമ്മ, നമ്മുടെ ഏട്ടൻ വല്ലതും ചെയ്തിട്ടാണോ? ഭാനുമതിയെ നോക്കി റിയ ചോദിച്ചതും അവർ ഡെവിളിനെ നോക്കി പിന്നിലേക്ക് ഭയത്തോടെ മാറി. അടുത്ത വാക്കു പറയാൻ നാക്ക് തിരിയും മുന്നേ ആ ഇരുമ്പ് പോലുള്ള കൈപ്പത്തി റിയയുടെ കവിളിലേക്ക് അമർന്ന് തെറിച്ചു പോയിരുന്നു.